ഹലോ സ്റ്റുഡൻസ്, നമ്മളിത് ഒരു പുതിയ കോഴ്സ് സ്റ്റാർട്ടിംഗ് ആണ്. ദ കോഴ്സ് നെയിം ഈസ് മെറ്റീരിയൽ സയൻസ്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള മെറ്റീരിയൽ സയൻസ് ഇൻട്രൊഡക്ഷൻ അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മെറ്റീരിയൽസിനെ പറ്റിയുള്ള സ്റ്റഡിയാണ്. ഇപ്പോൾ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ നിത്യജീവിതത്തിൽ തന്നെ യു ആർ യൂസിങ് വൈഡ് വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ്. അപ്പോൾ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈവൻ ഹ്യൂമൻ മനുഷ്യൻ്റെ പല പല കാലഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് നമുക്കറിയാം സ്റ്റോൺ ഏജ്, ബ്രോൺസ് ഏജ്, അയൺ ഏജ് ആൻഡ് അഡ്വാൻസ് മെറ്റീരിയൽസ്. സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം മനുഷ്യൻ കല്ലുകൾ ഉപയോഗിച്ചതാണ്. കല്ലാണ് ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചത്. അത് നമ്മൾ ഷാർപ്പൻ ചെയ്തിട്ടും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ കല്ല് അരച്ചിട്ട് തീ ഉണ്ടാക്കാമെന്ന് മനുഷ്യൻ കണ്ടുപിടിച്ചു. അപ്പോൾ ആ എറയാണ് സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നീട് ബ്രോൺസ് ഏജിലേക്ക് വന്നു. ബ്രോൺസ് ഏജ് എന്ന് പറഞ്ഞാൽ ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ബ്രോൺസ് എന്നാൽ ലോഹസങ്കരാണ്, അതായത് അലോയാണ്. അപ്പോൾ അലോയ് ഉണ്ടാക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ അത് ഈ ടൈപ്പ് മെറ്റീരിയൽസ് എല്ലാം മനുഷ്യൻ കണ്ടുപിടിച്ചത് ആയുധങ്ങളായിട്ടാണ്. ശരിക്കും അത് കൂടുതൽ ഉപയോഗിച്ചത് ആയുധങ്ങളായിട്ടും പിന്നെ പാത്രങ്ങളായിട്ടും. അപ്പോൾ ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അന്ന് ജീവിക്കാൻ മൃഗങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി നല്ല ഷാർപ്പായിട്ടും നല്ല സ്ട്രെങ്ത്തും ഉള്ള മെറ്റീരിയൽസ് മനുഷ്യൻ കണ്ടുപിടുത്താൻ തുടങ്ങി. പിന്നീടാണ് അയൺ ഏജ് വന്നത്. അയൺ ഏജ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ബ്രോൺസ് ഏജ് കഴിഞ്ഞിട്ട് വരുന്നതാണ് അയൺ ഏജ്. പിന്നെ നമ്മളിപ്പം ഏറ്റവും പുതിയ കാലഘട്ടം അതെന്ന് പറയുന്നത് അഡ്വാൻസ് മെറ്റീരിയൽസ് എന്ന് പറയും. അതായത് പല ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, പലതരം പ്രോപ്പർട്ടീസ് കാണിക്കുന്ന മെറ്റീരിയൽ. നമുക്കറിയാം, ഒരു 5 വർഷം മുമ്പേ ഉള്ള മൊബൈൽ ഫോൺസ് ഇപ്പോൾ ഔട്ട് ഓഫ് ഡേറ്റഡ് ആയി അല്ലേ? ആ ടൈപ്പ് മൊബൈൽസ് അല്ല ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളത്. അല്ലെങ്കിൽ ആരും ആ ടൈപ്പ് മൊബൈൽസ് യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ ടി വിയുടെ കാര്യമൊക്കെ നമുക്കറിയാം. പഴയ കാലത്തുണ്ടായിരുന്ന തരം ടി വി അല്ല, നമ്മളിപ്പോൾ എല്ലാവരും LED ടി വിയിലേക്കൊക്കെ മാറും. അതെല്ലാം പല പുതിയ മെറ്റീരിയൽസിൻ്റെ കണ്ടുപിടുത്തത്തോടെയാണ് അങ്ങനെ നമുക്ക് സാധിച്ചത്. അപ്പം മനുഷ്യൻ്റെ ജീവിതത്തിനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ ഈ മെറ്റീരിയൽസിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എങ്ങനെയാണ് ഈ മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ് കൺട്രോൾ ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിനെ സ്വാധീനിക്കുന്നത്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ പഠിക്കാൻ പോകുന്നത്. സോ വാട്ട് ഈസ് മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഡീൽസ് വിത്ത് ദ പ്രോസസ്സിംഗ് ഓഫ് ദി മെറ്റീരിയൽ. എങ്ങനെയാണ് ഒരു മെറ്റീരിയൽ ഉണ്ടാക്കാവുന്നതെന്ന് പഠിക്കും. അതിനുശേഷം സ്ട്രക്ചർ ഓഫ് ദി മെറ്റീരിയൽ. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുണ്ടാവും, വളരെ ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ട്രക്ചേർഡായിട്ട് പലതരം സ്ട്രക്ചേഴ്സ് മെറ്റീരിയൽ കാണിക്കും. നിങ്ങൾക്കറിയാം, അപ്പം ഡയമണ്ടും അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള പെൻസിലും അത് രണ്ടും ഒരേ സാധനമാണ് അല്ലേ? കാർബൺ ആണ്. രണ്ടിൻ്റെയും കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലിമെൻറ്റ് എന്ന് പറയുന്നത് കാർബൺ ആണ്. പക്ഷേ ഡയമണ്ടിനും പെൻസിലിനും വില എത്രത്തോളം ഡിഫറെൻ്റ് ആണ്. അതേപോലെ ഡയമണ്ടിൻ്റെ പ്രോപ്പർട്ടി അല്ല പെൻസിലിൻ്റെ ഗ്രാഫൈറ്റിൻ്റെ പ്രോപ്പർട്ടി. അപ്പം അതിലെങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്, അതെങ്ങനെയാണ് രണ്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങൾ കാണിക്കുന്നത്? ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ സ്ട്രക്ചറും പ്രോസസ്സിങ്, അതുപോലെ പ്രോസസ്സിംഗ് എന്നാണ് പല ടൈപ്പ് സ്ട്രക്ചർ ഉണ്ടാകുന്നത്. ആ സ്ട്രക്ചറാണ് ആ മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ് കൺട്രോൾ ചെയ്യുന്നത്, പ്രോപ്പർട്ടീസ് ആൻഡ് പെർഫോമൻസ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇതിപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ പറയുന്നത് ഡയമണ്ട് ആൻഡ് ഗ്രാഫൈറ്റ് പറയുന്നത്. അതുപോലെ പല ടൈപ്പ് മെറ്റീരിയൽസ് നിങ്ങൾക്കറിയാം. ലിക്വിഡ് ക്രിസ്റ്റൽസ് ഉണ്ട്, പിന്നെ നാനോ മെറ്റീരിയൽസ് ഉണ്ട്, നാനോ ട്യൂബ്സ് ഉണ്ട്, കാർബൺ ബക്കി ബോർഡ് ഉണ്ട്. അങ്ങനെ പല ന്യൂ മെറ്റീരിയൽസ് ഉണ്ട്. അങ്ങനെ പല മെറ്റീരിയൽസിൻ്റെയും ഈ ഒരു പ്രോസസ്സിങ്, സ്ട്രക്ചർ, പ്രോപ്പർട്ടീസ് ആൻഡ് പെർഫോമൻസ് ഇതെല്ലാം ഇൻ്റർ റിലേറ്റഡ് ആണ്. അപ്പോൾ ഇതിനെ പറ്റി പഠിക്കുന്ന എങ്ങനെ നമ്മൾ പ്രോസസ്സിങ്ങിലൂടെ ഒരു സ്ട്രക്ചർ മാറ്റിയെടുക്കാം, അതിലൂടെ നമുക്ക് ആവശ്യമുള്ള നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എങ്ങനെ ഒരു മെറ്റീരിയൽ ഉണ്ടാക്കാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുന്നതാണ് മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഓക്കെ, ഇനി നമുക്ക് മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ മെയിനായിട്ട് നമ്മൾ സോളിഡ് മെറ്റീരിയൽസും ആണ് നമ്മുടെ മെയിൻ കൺസിഡറേഷൻ. സോളിഡ് മെറ്റീരിയൽസിനെ പറ്റിയാണ് കൂടുതൽ നമ്മൾ പറയുന്നത്.
അപ്പം നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു മെറ്റൽസ്, സിറാമിക്സ്, പോളിമേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ ഇതിനെല്ലാം ഓരോ ഗ്രൂപ്പ് ഓഫ് മെറ്റീരിയൽസിനെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ. പിന്നെ വരുന്നതാണ് അഡ്വാൻസ് മെറ്റീരിയൽസ്. അഡ്വാൻസ് മെറ്റീരിയൽസ് ആണ് ഇലക്ട്രോണിക് മെറ്റീരിയൽസ്, സൂപ്പർ കണ്ടക്ടേഴ്സ് ഒക്കെ. പിന്നെ നമ്മുടെ മോഡേൺ മെറ്റീരിയൽസ് പറഞ്ഞാൽ സ്മാർട്ട് മെറ്റീരിയൽസ് എന്ന് പറയും. അതാണ് നാനോ മെറ്റീരിയൽസും അങ്ങനെയുള്ള നാനോ മെറ്റീരിയൽസ്, ബയോഡീഗ്രേഡബിൾ മെറ്റീരിയൽസ്, ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക്സ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽസാണ് മോഡേൺ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അത് മെറ്റീരിയൽസ് ഫോർ ഫ്യൂച്ചർ. നമ്മൾക്ക് ഇപ്പോഴുള്ള പല മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പക്ഷെ അതിനെല്ലാം പല ഡ്രോബാക്സ് ഉണ്ടാകും. അപ്പോൾ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ വലിയൊരു റെവല്യൂഷൻ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ സാധനമാണ്. പ്ലാസ്റ്റിക് നമ്മുടെ ജീവിതത്തിന് വളരെ വളരെ ഈസിയാക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷേ പ്ലാസ്റ്റിക്കിന് വേണ്ടി വളരെ പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഓവർകം ചെയ്യാൻ എന്തൊക്കെ വേണം? ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക്സ് ഒക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള മെറ്റീരിയൽസിനെ പറ്റി ആലോചിക്കണം, പ്ലാസ്റ്റിക്സിനെ പറ്റി ആലോചിക്കണം. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ മോഡേൺ മെറ്റീരിയൽസ് അല്ലെങ്കിൽ സ്മാർട്ട് മെറ്റീരിയൽസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഇതൊരു ബ്രോഡ് ആയിട്ടുള്ള ഔട്ട്ലൈനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതിനെ പറ്റിയുള്ള. ഓക്കെ. നെക്സ്റ്റ് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബിഗിനിങ് ഓഫ് ദി മെറ്റീരിയൽ സയൻസ് പീപ്പിൾ ബിഗൻ ടു മേക്ക് ടൂൾസ് ഫ്രം സ്റ്റോൺ. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ സ്റ്റാർട്ട് ഓഫ് ദി സ്റ്റോൺ ഏജ് അബൌട്ട് 2 million years ago. 2 million years ago ആയിരുന്നു നമ്മൾ മനുഷ്യൻ കല്ല് ആയുധമായിട്ട് കല്ല് ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ നാച്ചുറൽ മെറ്റീരിയൽസ് ആയിട്ട് അവർ ആ കാലത്ത് ഉപയോഗിച്ചിരുന്നത് സ്റ്റോൺ, വുഡ്, ക്ലേ, സ്കിൻ. അതായത് സ്കിൻസ് എന്ന് പറയുന്നത് നമ്മുടെ മൃഗങ്ങളെയൊക്കെ സ്കിൻസ് ഉണക്കി അവർ വസ്ത്രമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾ പ്ലേറ്റ് പോലെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അതുപോലെ അവർ നാച്ചുറലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരുന്നു ആ കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ക്ലേ, മണ്ണ് എടുത്തിട്ട് പോട്ട്സ് ഒക്കെ ഉണ്ടാക്കാനുള്ള വഴിയൊക്കെ അവർ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് അന്ന് ആ കാലത്ത് ഉപയോഗിച്ചിരുന്ന എല്ലാ സാധനങ്ങളും നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരുന്നു. Then the Stone Age ended about 5,000 years ago with introduction of Bronze Age. Bronze Age in the Far East. Bronze is an alloy, a metal made up of more than one element. Alloy എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ മെറ്റൽസ് ഉള്ളതാണ് അലോയ് എന്ന് പറയുന്നത്. അത് കോപ്പറും ടിന്നും ചേർന്നതാണ് ബ്രോൺസ് പറയുന്നത്. ബ്രോൺസ് ക്യാൻ ബി ഹാമേർഡ് ഓർ കാസ്റ്റ് ഇൻ ടു എ വെറൈറ്റി ഓഫ് ഷേപ്സ്. നമുക്കറിയാം, നമുക്ക് പഴയ കാലത്ത് ആ കാലത്തൊക്കെ രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന കുന്തവും വാളെല്ലാം. അപ്പോൾ അതിനെല്ലാം ബ്രോൺസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ക്യാൻ ബി മെയ്ഡ് ഹാർഡർ ബൈ അലോയിങ്. അപ്പോൾ ഇതിനെ ഹാർഡാക്കാൻ പറ്റും, അത് കൊറോഷൻ ഇല്ല, അങ്ങനത്തെ ഉള്ള അഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. Then there was Iron Age. It started about 3,000 years ago and continues today. ഇപ്പോഴും നമ്മൾ Iron Age തന്നെയാണ്. The use of iron and steel, a stronger and cheaper material, changed drastically daily life of the common man. സ്റ്റീലും അയണും നമുക്കറിയാം, സ്റ്റീലും അയണും എത്രത്തോളം നമ്മളെ ജീവിതത്തിന് മാറ്റിമറിച്ചിട്ടുണ്ടെന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ വെസൽസ്, അതുപോലെ ബിൽഡിംഗ് മെറ്റീരിയൽസ് എല്ലാം നമുക്ക് ഒരു സാധനം പോലും ഉണ്ടാവില്ല സ്റ്റീലോ അല്ലെങ്കിൽ അയണോ ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് ഒരു സ്ഥലം പോലും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അത്രയും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ഹ്യൂമൻ ലൈഫിൽ കൊണ്ടുവന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. പിന്നെ മോഡേൺ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്, അഡ്വാൻസ് മെറ്റീരിയൽസ് പറയുന്നത് ഹ്യൂമൻ ലൈഫ് കുറേ കൂടി ഈസി ആക്കി മാറ്റിയ മെറ്റീരിയൽസ് ആണ്. ഇപ്പോൾ അയൺ ഏജും ബ്രോൺസ് ഏജും സ്റ്റോൺ ഏജിലൊക്കെ ഉള്ള മെറ്റീരിയൽസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നെസസിറ്റി ആയിരുന്നു. മനുഷ്യൻ അതില്ലാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത്. ഇത് ആ രീതിയിലാണ് നമുക്ക് വീടുണ്ടാക്കാൻ അങ്ങനെയൊക്കെയാണ് അയണും സ്റ്റീലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷെ അഡ്വാൻസ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിനെ വളരെ വളരെ സുഖകരമാക്കി മാറ്റും. അങ്ങനത്തെ മെറ്റീരിയൽസ് ആണ് ശരിക്കും അഡ്വാൻസ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. Throughout the Iron Age, many new types of materials have been introduced. Ceramics നമുക്കറിയാം, നമ്മളെ കക്കൂസിൻ്റെ ക്ലോസറ്റ് മുതൽ നമ്മളെ പ്ലേറ്റ്, നമ്മൾ കഴിക്കുന്ന പ്ലേറ്റുകളുണ്ട്, സെറാമിക് പ്ലേറ്റ്സ്, അതൊക്കെ സെറാമിക് മെറ്റീരിയൽസ് ആണ്. പിന്നെ സെമി കണ്ടക്ടേഴ്സ് ആണ് നമ്മളുടെ ഈ ഇലക്ട്രോണിക് റെവല്യൂഷന് തന്നെ കാരണമായിട്ടുള്ള സെമി കണ്ടക്ടേഴ്സിൻ്റെ ഇൻവെൻഷനാണ്. നിങ്ങളുടെ മൊബൈല്, ലാപ്ടോപ്പ്, അങ്ങനത്തെ എല്ലാ കാര്യത്തിലും നമുക്ക് സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ പോളിമേഴ്സ് ആണ് പ്ലാസ്റ്റിക്സ്.
കോമ്പോസിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനത്തെ മെറ്റീരിയൽസിൻ്റെ കോമ്പിനേഷനായിട്ട് വരുന്ന മെറ്റീരിയലാണ് കോമ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. അതായത് സെറാമിക്കിൻ്റെയും പോളിമേഴ്സിൻ്റെയും അല്ലെങ്കിൽ സെറാമിക്കിൻ്റെയും സെമി കണ്ടക്ടേഴ്സിൻ്റെയും അങ്ങനെ ഒന്നിൽ കൂടുതൽ മെറ്റീരിയൽ മിക്സ് ആയിട്ട് വരുന്നതിനെയാണ് കോമ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റീരിയൽ സയൻസ് ഡീൽസ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി റിലേഷൻഷിപ്പ് എമംഗ് സ്ട്രക്ചർ, പ്രോപ്പർട്ടീസ്, പ്രോസസ്സിംഗ് ആൻഡ് പെർഫോമൻസ് ഓഫ് ദി മെറ്റീരിയൽസ്. And it helps us to design new materials. Okay. അപ്പോൾ ഈ പല ടൈപ്പ് മെറ്റീരിയൽസിനെ പറ്റി പഠിക്കുന്നു, അതിൻ്റെ സ്ട്രക്ചർ, പ്രോപ്പർട്ടി, റിലേഷൻഷിപ്പ് അറിയുന്നു. അങ്ങനെ ആ അറിവിൽ നിന്ന് നമ്മൾ പുതിയതായിട്ടുള്ള മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്യാൻ പഠിക്കുന്നു. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ദ മെറ്റീരിയൽ സയൻസസ് മെറ്റീരിയൽ സയൻസ് ചെയ്യുന്നത് അതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇത് ജസ്റ്റ് എന്താണ്, ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സ്ട്രക്ചർ, കോമ്പോസിഷൻ, പ്രോപ്പർട്ടീസ് റിലേഷൻ ഹാസ് ലെഡ് ടു എ റിമാർക്കബിൾ പ്രോഗ്രസ് ഇൻ ദി പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്. അപ്പം സ്ട്രക്ചറും എന്താണ് സ്ട്രക്ചർ, കോമ്പോസിഷൻ, പ്രോപ്പർട്ടീസ് ആ റിലേഷൻസ് നന്നായിട്ട് മനസ്സിലാക്കുന്നതിലൂടെ എന്താണ് നല്ല നല്ല മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ പറ്റും. എക്സാമ്പിൾ ഈസ് എ ഡ്രാമാറ്റിക് പ്രോഗ്രസ് ഇൻ ദി സ്ട്രെങ്ത് ടു ഡെൻസിറ്റി റേഷ്യോ ഓഫ് മെറ്റീരിയൽ ദാറ്റ് റിസൾട്ടഡ് ഇൻ എ വൈഡ് വെറൈറ്റി ഓഫ് ന്യൂ പ്രോഡക്ട്സ് ഫ്രം ഡെന്റൽ മെറ്റീരിയൽസ് ടു ടെന്നീസ് റാക്കറ്റ്സ്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസും സ്ട്രക്ചറും പ്രോപ്പർട്ടീസും തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കുന്നതിൽ നിന്നാണ് നമുക്ക് കൂടുതൽ ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ, സോ ദ സെയിം തിങ് ഈസ് ഹിയർ ഓൾസോ. ഇവിടെ ഇത് കാണിക്കുന്നത് ഇതെല്ലാം ഇൻ്റർറിലേറ്റഡ് ആണെന്ന് കാണിക്കുന്നതാണ്. അപ്പം ഇൻ്റർറിലേറ്റഡ് ആണ് സ്ട്രക്ചർ, പ്രോപ്പർട്ടീസ് ആൻഡ് പ്രോസസ്സിങ്. പ്രോസസ്സിങ് ആണ് നമ്മൾ സ്ട്രക്ചർ ഏത് വിധത്തിൽ നമ്മൾ പ്രോസസ്സ് ആയിട്ടാണ് ഒരു മെറ്റീരിയൽ ഉണ്ടാവുന്നത് എന്നത്. ആ മെറ്റീരിയലിൻ്റെ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യുന്നത് ദ വേ ഓഫ് പ്രോസസ്സിങ് ആണ്. നമുക്ക് ഗ്രാഫൈറ്റ് ഉണ്ടാവുന്നതും ഡയമണ്ട് ഉണ്ടാവുന്നതും രണ്ട് രീതിയിലാണ്. ഒരേ സാധനം തന്നെയാണെങ്കിലും അതിനെ പ്രോസസ്സ് ചെയ്തിട്ടുള്ളത് രണ്ട് രീതിയിലാണ്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ അതിൻ്റെ സ്ട്രക്ചറൽ ഡിഫറൻസ് ഉണ്ടാവുന്നത്. ആ സ്ട്രക്ചറൽ ഡിഫറൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ദ പ്രോപ്പർട്ടീസ് വിൽ ഓൾസോ ചേഞ്ച്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇൻ്റർറിലേറ്റഡ് ആണെന്ന് കാണിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇത് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ലെവൽസ് ആണ് നമ്മൾ പറയുന്ന സമയത്ത്. മൈക്രോ ലെവൽ, അറ്റോമിക് ലെവൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. സബ് അറ്റോമിക് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് സ്ട്രക്ചർ ഓഫ് ഇൻഡിവിജ്വൽ ആറ്റംസ് ദാറ്റ് ഡിഫൈൻസ് ഇൻട്രാക്ഷൻ എമംഗ് ആറ്റംസ്. അപ്പോൾ ഇവിടെ സബ് അറ്റോമിക് ലെവൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഇലക്ട്രോണിക് സ്ട്രക്ചർ, ഇൻഡിവിജ്വൽ ആറ്റംസ് എന്തൊക്കെയാണെന്നൊക്കെ, ഇൻട്രാറ്റോമിക് ബോണ്ടിങ് ആ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ആ ലെവലിൽ ഉള്ള സ്ട്രക്ചറൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പലതരത്തിൽ നമുക്ക് സ്ട്രക്ചർ ഉണ്ട്. അപ്പം ആ പലതരത്തിലുള്ള സ്ട്രക്ചറിലുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടി എങ്ങനെയായിരിക്കും എന്ന് സ്റ്റഡി ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രക്ചറുള്ളൊരു സാധനത്തിന് ഇങ്ങനെ പ്രോപ്പർട്ടി ഉണ്ടാവുമെന്ന് നമുക്ക് അതിന്ന് ഇൻഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു പ്രോസസ്സിങ് ചെയ്യുമ്പോൾ ആ പ്രോസസ്സിങ്ങിൽ ഇന്നൊരു സ്ട്രക്ചറാണ് ഉണ്ടാവുക, അങ്ങനെയാണെങ്കിൽ ഇതിന് ഇന്ന പ്രോപ്പർട്ടി ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് നേരത്തെ ഒരു മെറ്റീരിയൽ ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് അതിന് ഇങ്ങനെ പ്രോപ്പർട്ടി ഉണ്ടാവുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിന് നമുക്ക് ശരിക്കും നല്ല സ്ട്രക്ചറൽ അണ്ടർസ്റ്റാൻഡിങ്, നല്ല തറവായിട്ടുള്ള സ്ട്രക്ചറൽ അണ്ടർസ്റ്റാൻഡിങ് വേണം. അപ്പോൾ അത് തന്നെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ തന്നെ ഇതിൽ പല ലെവൽസ് ഉണ്ട്. അപ്പോൾ അതാണ് സബ് ആറ്റമിക് ലെവൽ എന്ന് പറഞ്ഞാൽ അതിലെ മോളിക്കുലർ ബോണ്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്തിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് പറയുന്നതാണ് ഈ സബ് ആറ്റമിക് ലെവൽ. അറ്റോമിക് ലെവൽ എന്ന് പറഞ്ഞാൽ ആറ്റംസ് ലെവൽ, അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ഇൻ മെറ്റീരിയൽസ്. For the same atoms can have different properties. Two forms of carbon, graphite and diamond. അപ്പോൾ ഇതിൽ ആറ്റമിക് ലെവലിലുള്ള അറേഞ്ച്മെൻറ്റിന് ഡിഫറൻസ് ആണ് നമുക്ക് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് തരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കാർബൺ ആറ്റം ലെവലിലാണ് നമ്മൾ അറേഞ്ച്മെൻറ്റ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ആ ഒരു ഇത് മനസ്സിലാക്കിയിട്ട് നമുക്കതിൻ്റെ പ്രോപ്പർട്ടീസ് അറിയാൻ പറ്റും. ഓക്കെ, പിന്നെ മൈക്രോസ്കോപ്പിക് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ഗ്രെയിൻസ് ഓഫ് മെറ്റീരിയൽസ്. സ്മോൾ ഗ്രെയിൻസ് എന്നാൽ കുഞ്ഞു ക്രിസ്റ്റൽസ് ആയിട്ട്. അപ്പം ക്രിസ്റ്റൽ സിസ്റ്റം ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ 7 ക്രിസ്റ്റൽ സിസ്റ്റം ഉണ്ട്. ആ ഒരു ക്രിസ്റ്റൽ ലെവലിൽ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കും. അതാണ് മൈക്രോസ്കോപ്പിക് ലെവൽ എന്ന് പറയുന്നത്. ചെറിയൊരു കുഞ്ഞു ക്രിസ്റ്റലിനാണ് നമ്മൾ ഗ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ആ ഗ്രെയിൻ പ്രോപ്പർട്ടീസ്, ഗ്രെയിൻ തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഒക്കെ വെച്ചിട്ട് പറയുന്നതാണ് മൈക്രോസ്കോപ്പിക് ലെവൽ എന്ന് പറയുന്നത്. പിന്നെ മാക്രോസ്കോപ്പിക് സ്ട്രക്ചറൽ എലിമെന്റ്സ് ദാറ്റ് മേ ബി വ്യൂഡ് വിത്ത് നേക്കഡ് ഐ, അതിനാണ് മാക്രോസ്കോപ്പിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ണുകൊണ്ട് നിങ്ങൾ ഒരു ഇൻസ്ട്രുമെൻ്റ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സ്ട്രക്ചറാണ് മാക്രോസ്കോപ്പിക് സ്ട്രക്ചർ. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ലെവൽസ് വെച്ചിട്ട് നമുക്കൊരു ഇതിൻ്റെ പ്രോപ്പർട്ടി
ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ജസ്റ്റ് നിങ്ങൾ അറിയണം ഈ ലെങ്ത് സ്കെയിൽസ് പറയുന്നത് എന്താണ്, നാനോ, മൈക്രോ എന്താണ്, മില്ലി, ആംസ്ട്രം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ ഇൻ്റർ ഡിസ്റ്റൻസ് ആംസ്ട്രം യൂണിറ്റിലായിരിക്കും ഉണ്ടാവുക. അത് ഒരു ആറ്റം തമ്മിൽ ഒരു ആറ്റത്തിലേക്കുള്ള ഡിസ്റ്റൻസ് ഫ്യൂ ആംസ്ട്രംസ് ആയിരിക്കും, അതായത് 10⁻⁻10 മീറ്റർ ആയിരിക്കും. ഒരു ഹ്യൂമൻ എയറിൻ്റെ തിക്നെസ് ആണ് അപ്രോക്സിമേറ്റ്ലി 50 മൈക്രോമീറ്റർ ആണ്. അപ്പോൾ ആ ഒരു ലെങ്ത് എത്രയാണ് ലെങ്ത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതേപോലെ ലെങ്ത് സ്കെയിൽസ് പറയുന്നതാണ് ഓരോ മെറ്റീരിയൽസിൻ്റെ. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ ഇതൊക്കെ ഇത് നമ്മൾ പഠിക്കും. ഇനി ഇങ്ങനത്തെ ഈ മൈക്രോ സ്ട്രക്ചർ കാണുന്ന ഇങ്ങനത്തെ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ് ആണ് അതിൽ യൂസ് ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് മൈക്രോസ്കോപ്പിക് ലെവൽ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ ഗ്രെയിൻസ് കാണാമെന്നുള്ളത്. അപ്പോൾ ആ ലെവലിൽ നിങ്ങൾക്കൊരു ഇതിൻ്റെ ഒരു മെറ്റീരിയലിൻ്റെ എന്താണ് സ്ട്രക്ചർ എന്താണെന്ന് അറിയണം. മൈക്രോസ്കോപ്പിക് ലെവലിൽ അറിയണമെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, SCM എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ അറ്റോമിക് ലെവലുണ്ടെങ്കിൽ അറിയണമെങ്കിൽ ടണലിംഗ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉണ്ട്, അതുപോലെ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ അറ്റോമിക് ലെവലിലുള്ള ആറ്റത്തിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ അറിയാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രോപ്പർട്ടീസും എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതാണ്. പ്രോപ്പർട്ടീസ് ആർ ദി വേ ദ മെറ്റീരിയൽ റെസ്പോൺസ് ടു ദി എൻവയറമെൻറ്റ് ഓർ എക്സ്റ്റേണൽ ഫോഴ്സസ്. നമ്മൾ പറഞ്ഞു സ്ട്രക്ചർ പറഞ്ഞു, പ്രോസസ്സിങ്ങിലൂടെ ഡിഫറെൻറ്റ് തരത്തിലുള്ള സ്ട്രക്ചർ ഉണ്ടാവും. അതുപോലെ സ്ട്രക്ചർ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ലെവൽസ് നമുക്ക് സ്റ്റഡി ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഇനി ഈ സ്ട്രക്ചറാണ് നമ്മൾ പറഞ്ഞു പ്രോപ്പർട്ടീസിനെ ഡിഫൈൻ ചെയ്യുന്നത്. പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ്സ് ഓൺ ദി സ്ട്രക്ചർ എന്ന് പറഞ്ഞു. ബട്ട് ഈ പ്രോപ്പർട്ടീസ് എന്താണെന്നാണ് നമ്മളിപ്പം പറയാൻ പോകുന്നത്. പ്രോപ്പർട്ടീസ് ആർ ദി വേ ദി മെറ്റീരിയൽ റെസ്പോൺസ് ടു ദി എൻവയറമെൻറ്റ് ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സസ്. അതായത് എക്സ്റ്റേണൽ സ്റ്റിമുലസിനനുസരിച്ചിട്ട് എങ്ങനെയാണ് ഒരു മെറ്റീരിയൽ റെസ്പോണ്ട് ചെയ്യുന്നതിനനുസരിച്ച് അതിനെയാണ് അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മെക്കാനിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെക്കാനിക്കൽ ഫോഴ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് ആ മെറ്റീരിയൽ അതിനായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വലിയൊരു മെക്കാനിക്കൽ ഫോഴ്സ് കൊടുത്തു, ആ മെറ്റീരിയൽ ബ്രേക്ക് ആയിപ്പോയി. അങ്ങനെയാണ് നമ്മൾ പറയുന്നത് അതിൻ്റെ സ്ട്രെങ്ത് കുറവാണ് അല്ലേ. മെക്കാനിക്കലി അതിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഫോഴ്സ് എത്രയാണെന്ന് നമുക്ക് അന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത് പൊട്ടിപ്പോവാണെങ്കിൽ സ്ട്രെങ്ത് കുറവാണെന്ന് നമ്മൾ പറയും. അതുപോലെ നിങ്ങൾ വളയ്ക്കാൻ നമ്മൾ ബെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇപ്പോൾ ബെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡക്റ്റിലിറ്റി വലിച്ചു നീട്ടാൻ വാല്യുബിൾ ഡക്റ്റൈൽ അങ്ങനെ വലിച്ചു നീട്ടാൻ പറ്റുന്നതാണോ നോക്കാം. അപ്പം നമുക്കറിയാം എന്താണ് ഗോൾഡൊക്കെ നമുക്ക് ഡക്റ്റിലിറ്റി കൂടിയ മെറ്റീരിയലാണെന്ന് പറയും. അപ്പോൾ അതായത് നമ്മളതിന് എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ് അതിനായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മെക്കാനിക്കൽ ഫോഴ്സ് കൊടുക്കുന്ന സമയത്തുള്ള റെസ്പോൺസാണ് നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് എന്നായിട്ട് പറയുന്നത്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും സ്ട്രെങ്ത് ഓഫ് ദി മെറ്റീരിയൽ, ഡക്റ്റിലിറ്റി, മാലിയബിലിറ്റി ഒക്കെ. ഇപ്പോൾ മെക്കാനിക്കൽ ആയിട്ട് കൊടുക്കുന്ന സ്റ്റിമുലസിനനുസരിച്ചിട്ട് ഹൗ ദ മെറ്റീരിയൽ റെസ്പോൺസ് ടു ദാറ്റ് മെക്കാനിക്കൽ സ്റ്റിമുലസ് ദാറ്റ് ടെൽസ് യു ദ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി മെറ്റീരിയൽ. ഓക്കെ, ഇനി ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എങ്ങനെയാണ്? നമ്മൾ ഇലക്ട്രിക്കൽ സ്റ്റിമുലസ് കൊടുക്കുക, അതായത് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വയ്ക്കുക. അങ്ങനെയാകുമ്പോൾ എങ്ങനെയാണ് ഈ മെറ്റീരിയൽ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതായത് നമുക്ക് അതിന് എന്തൊക്കെ കണ്ടുപിടിക്കാം, കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കുക അല്ലെ, റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി. നമ്മളൊരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് അസോസിയേറ്റ് ഒരു ഫീൽഡ് ഉണ്ടാകും, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. അപ്പോൾ അത് നമുക്ക് ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ. ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ആ പർട്ടിക്കുലർ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. അല്ലെങ്കിൽ അത് ഇലക്ട്രിസിറ്റീനെ പാസ് ചെയ്യുന്നില്ല. വുഡ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഇലക്ട്രിസിറ്റീനെ പാസ് ചെയ്യുന്നില്ല. നമ്മൾ എത്ര വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാലും അത് കരിഞ്ഞു പോകാന്നല്ലാതെ അത് ഇലക്ട്രിസിറ്റീനെ പാസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കതിനെ പറയാം ദാറ്റ് ഈസ് ഇൻസുലേറ്റർ എന്ന് പറയാം. അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുത്തിട്ടുള്ള സ്റ്റിമുലസിനനുസരിച്ച് എങ്ങനെയാണ് അത് മെറ്റീരിയൽ റെസ്പോണ്ട് ചെയ്യുന്നതാണ് ഇവിടെ നോക്കുന്നത്. ഇനി തെർമൽ പ്രോപ്പർട്ടീസ് ഇതുപോലെ നമ്മൾ ചൂടാക്കി നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ എത്രയാണ് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് എത്രയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി എത്രയാണ്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ആണെങ്കിൽ അബ്സോർപ്ഷൻ, ട്രാൻസ്മിഷൻ,
സ്കാറ്ററിങ്, അങ്ങനത്തെ എല്ലാം നമ്മൾ ഒരു ലൈറ്റ് അതിലേക്ക് പാസ് ചെയ്യുന്ന സമയത്ത് അത് ട്രാൻസ്മിറ്റ് ചെയ്യോ, അല്ലെങ്കിൽ അത് ഒപ്പേക്ക് ആണോ, ഇനി അബ്സോർബ് ചെയ്യുന്നുണ്ടോ, ഇനി അതിലൂടെ റിഫ്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ അത് ഓരോ മെറ്റീരിയലിനും ഓരോരോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. സോ ദോസ് തിങ്സ് ആർ ദി ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി മെറ്റീരിയൽ. ഇനി അതുപോലെ കെമിക്കൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ് എൻവയൺമെൻറ്റിൽ അല്ലെങ്കിൽ കൊറോഷനൊക്കെ എങ്ങനെയാണ് അത് വിസ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതും ചില മെറ്റീരിയൽ നമുക്കറിയാം, ഇരുമ്പ് വേഗം കൊറോഡ് ചെയ്യുന്ന മെറ്റീരിയലാണ്. എൻവയൺമെൻറ്റിന് പെട്ടെന്ന് അതിന് കൊറോഷൻ വരും. പക്ഷേ സ്റ്റീൽ അങ്ങനെയല്ല. അപ്പോൾ അതൊക്കെ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്, ഓരോ മെറ്റീരിയലിനുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഈ 3 പ്രോപ്പർട്ടീസാണ് സാധാരണ മെറ്റീരിയൽസ് എക്സിബിറ്റ് ചെയ്യുന്നത്: മെക്കാനിക്കൽ പ്രോപ്പർട്ടി, ഇലക്ട്രിക്കൽ ഓർ മാഗ്നറ്റിക് പ്രോപ്പർട്ടി, thermal properties, optical properties and chemical properties. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതിൽ കൊടുത്തിരിക്കണ ഏത് സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് വരുന്നത് നോക്കാം. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി ആണെങ്കിൽ കണ്ടക്ടിവിറ്റി ഈസ് എ പ്രോപ്പർട്ടി. അങ്ങനെ തെർമൽ പ്രോപ്പർട്ടീസ്, തെർമൽ സ്റ്റിമുലസ് ആണെങ്കിൽ ഇത് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റീരിയൽ. അതുപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അങ്ങനെ. അപ്പോൾ അത് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇത് ഓരോ മെറ്റീരിയൽസും യു ഹാവ് ടു സ്റ്റഡി ഇൻ ഡീറ്റെയിൽ. ഈ ഓരോ മെറ്റീരിയൽസും ഓരോ ചാപ്റ്ററായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്താണെന്ന് അറിയാമെന്നുള്ളത് മാത്രമേ ഇവിടെയുള്ളൂ. മെറ്റൽസ് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്. മെറ്റൽസ് എന്ന് പറയുന്നത് മെറ്റൽസ് ഹാവ് വാലൻസ് ഇലക്ട്രോൺസ് ആൻഡ് ആർ ഡിറ്റാച്ച്ഡ് ഫ്രം ആറ്റംസ്. ഇറ്റ് ഇസ് സ്പ്രെഡ് ഇൻ ഇലക്ട്രോൺ സി. അപ്പം അതായിരിക്കും ഫ്രീ ഇലക്ട്രോൺസിലുണ്ട്. ഇറ്റ് വിൽ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റ് വെരി വെൽ ആൻഡ് ഇറ്റ് ഹാവ് എ ലെസ്റ്റേഴ്സ് അപ്പിയറൻസ് ഓൺ ദി കട്ട് ഏരിയ അല്ലേ. ഷൈനി, പോളിഷ്ഡ്, പിന്നെ ഡക്റ്റൈൽ ആയിരിക്കും, സ്ട്രോങ് ആയിരിക്കും. അതൊക്കെയാണ് മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസ്. സെമി കണ്ടക്ടേഴ്സ്, ദ ബോണ്ടിങ് ഈസ് കോവാലന്റ് ബോണ്ടിങ് ആയിരിക്കും. ഇതിൽ മെറ്റൽസിൽ മെറ്റാലിക് ബോണ്ടിങ് ആയിരിക്കും ഉണ്ടാവുക. വി വിൽ സീ ദ ഡീറ്റെയിൽസ് ഓഫ് മെറ്റാലിക് ബോണ്ടിങ് later. Semiconductors, it is covalent bond. The electrical properties depend strongly on minute proportions of contaminants. അതായത് നമുക്ക് ഡോപ്പൻസിനനുസരിച്ച് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഭയങ്കരമായിട്ട് മാറും. നമുക്ക് സിലിക്കൺ, ജർമ്മേനിയം ഒക്കെ നിങ്ങൾക്കറിയാം, പി ടൈപ്പും എൻ ടൈപ്പ് ഒക്കെ നിൽക്കുന്നത് ഇംപ്യൂരിറ്റി ആറ്റംസ് ആഡ് ചെയ്തിട്ടാണ്. കണ്ടാമിനന്റ് മീൻസ് ദ ഇംപ്യൂരിറ്റി ആറ്റംസ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയൽസ് ആണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ദേ ഹാവ് കോവലന്റ് ബോണ്ടിങ്. പിന്നെ സെറാമിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നതാണ്. ആറ്റംസ് ബിഹേവ് ലൈക്ക് either positive or negative ions and are bound by Coulomb forces. They are usually combinations of metal or semiconductors with oxygen, nitrogen or carbon. Metals, combination of metals and or semiconductors ആയിരിക്കും. പിന്നെ എന്താണ്, മെറ്റൽസിൻ്റെ ഓക്സൈഡ്സും നൈട്രേറ്റ്സും കാർബൈഡ്സും ഒക്കെയാണ് സാധാരണ സെറാമിക്സ് ആകും. പിന്നെ ഹാർഡ് ആൻഡ് ബ്രിട്ടിലായിരിക്കും. നിങ്ങൾക്കറിയാം, നമ്മൾ സെറാമിക് പ്ലേറ്റ്സ് ഒക്കെ ഇറ്റ് വിൽ ബി വെരി ഹാർഡ് ആൻഡ് ഇറ്റ് വിൽ ബി ബ്രിട്ടിൽ, ഇറ്റ് വിൽ ബി ഇൻസുലേറ്റഡ്. ഇപ്പോൾ ഇൻസുലേറ്റേഴ്സ് ആയിരിക്കും. അപ്പം ഗ്ലാസ് ആക്ച്വലി നമുക്ക് ഗ്ലാസ് അങ്ങനെ പറയാൻ പറ്റില്ല, പോർസലൈൻ മെറ്റീരിയൽസ് ആണ്. ഗ്ലാസ് ഈസ് ആക്ച്വലി അമോർഫസ് മെറ്റീരിയൽ, നമ്മൾ ഡീറ്റെയിൽ പഠിക്കുന്നു. പോളിമേഴ്സ് നമുക്കറിയാം പ്ലാസ്റ്റിക്സ് ആണ്. are bounded by covalent forces and are also weak van der Waals forces and usually based on carbon and hydrogen. Hydrocarbons are polymers usually. They decompose at moderate temperature. ചെറിയ ടെമ്പറേച്ചർ തന്നെ ഉരുകുന്നതാണ് ആൻഡ് ലൈറ്റ് വെയിറ്റ്. അതൊക്കെയാണ് പോളിമേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ്. ഓക്കെ, ഇത് ജസ്റ്റ് സെറാമിക്സിൻ്റെ പിക്ചറാണ്. സെറാമിക്സ് നമുക്ക് മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, ഹൗസ് ഹോൾഡ് മെറ്റീരിയൽസ് ഉണ്ട്. പിന്നെ എന്താണ്, അല്ലെങ്കിൽ കമ്പസ്റ്റൻ എൻജിൻസിൻ്റെയൊക്കെ പാർട്സ് ആയിട്ട് വരെ സെറാമിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ പോളിമേഴ്സ് പ്ലാസ്റ്റിക്സ് ഇൻക്ലൂഡ് പ്ലാസ്റ്റിക്സ് ആൻഡ് റബ്ബർ മെറ്റീരിയൽസ്. പ്ലാസ്റ്റിക്സും റബ്ബറൊക്കെ പോളിമേഴ്സിൽ പെടുന്ന മെറ്റീരിയൽസാണ്. പിന്നെ കോമ്പോസിറ്റ്സ് ആണ് നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഗ്ലാസ് ആൻഡ് പോളിമേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ സെറാമിക്സ് ആയിരിക്കും, കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയൽസ് ആണ് കോമ്പോസിറ്റ്സ്. അതായത് പ്രോപ്പർട്ടി എൻഹാൻസ്മെൻറ്റ് എന്നുള്ള ഉദ്ദേശത്തിൽ രണ്ട് മെറ്റീരിയൽസ് മിക്സ് ചെയ്യുന്നതാണ് സാധാരണ കോമ്പോസിറ്റ്സ്. രണ്ട് മെറ്റീരിയൽസിനും പ്രോപ്പർട്ടി വരും. അതായത് ഗ്ലാസിനുള്ള പ്രോപ്പർട്ടി വരും, പോളിമറിൻ്റെ പ്രോപ്പർട്ടി വരും. അപ്പോൾ അങ്ങനെ
പോവർട്ടി എൻഹാൻസ്മെൻറ്റിന് വേണ്ടി ഉണ്ടാക്കുന്ന മെറ്റീരിയൽസാണ് കോമ്പോസിറ്റ്സ് നമ്മൾ പറയുന്നത്. പിന്നെ സെമി കണ്ടക്ടേഴ്സിന് മൈക്രോ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ സിസ്റ്റംസ് MEMS ഒക്കെ മോഡേൺ മെറ്റീരിയൽസാണ്. പിന്നെ സിലിക്കൺ ചിപ്സ് ഉണ്ട്, അതൊക്കെ മോഡേൺ മെറ്റീരിയൽസാണ്. ദീസ് ആർ ബേസ്ഡ് ഓൺ സിറാമിക് സെമി കണ്ടക്ടേഴ്സ്, സിറാമിക് അല്ല സോറി സെമി കണ്ടക്ടേഴ്സ്. പിന്നെ ഫ്യൂച്ചർ ഓഫ് ദി മെറ്റീരിയൽസ് നോക്കിക്കഴിഞ്ഞാൽ the design of materials having specific desired characteristics directly from our knowledge of atomic structure. ഇപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ആഗ്രഹിക്കുന്ന സ്പെസിഫിക് ആയിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നത്, അതാണ് നമ്മളിപ്പോൾ ഫ്യൂച്ചർ ആയിട്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്നത് മിനിയേച്ചറൈസേഷനാണ്. നമുക്കറിയാം എത്രത്തോളം നമ്മൾ വളരെ പണ്ടത്തെ കമ്പ്യൂട്ടേഴ്സൊക്കെ വലിയ ഏറ്റവും ആദ്യത്തെ കമ്പ്യൂട്ടറൊക്കെ പറയുന്നുണ്ട് ഒരു റൂം മുഴുവൻ വേണമായിരുന്നു ഒരു കമ്പ്യൂട്ടറിന്. ഇപ്പോൾ അത് ചെറുതായിട്ട് വളരെ ചെറിയ ലാപ്ടോപ്പും നിങ്ങളുടെ ടാബ്ലറ്റും ഒക്കെ വരെ ആയി. അപ്പോൾ അങ്ങനെയുള്ള മിനിയേച്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. The nano structure materials with microstructure that has length scales between 1 and 100 nanometers with unusual properties. അങ്ങനെയുള്ളതാണ് നാനോ സ്ട്രക്ചർ മെറ്റീരിയൽസ്. ഇലക്ട്രോണിക് കമ്പോണൻസ്, മെറ്റീരിയൽസ് ഫോർ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, അങ്ങനെയുള്ളതൊക്കെ അങ്ങനെയുള്ള മെറ്റീരിയൽസൊക്കെ നമ്മൾ മിനിയേച്ചറൈസേഷൻസ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നാനോ സ്ട്രക്ചർ മെറ്റീരിയൽസ് വളരെ ചെറിയ മെറ്റീരിയൽസ് ആയിരിക്കും, ബട്ട് ഇറ്റ് വിൽ ഹാവ് വൈഡ് വെറൈറ്റി ഓഫ് പ്രോപ്പർട്ടീസ് ഓർ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ്. പ്രോപ്പർട്ടീസ് വളരെ നമ്മൾ ഡിസൈറബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കും, പക്ഷേ വളരെ വളരെ ചെറിയ മെറ്റീരിയൽസ് ആയിരിക്കും, സൈസ് വളരെ ചെറുതായിരിക്കും. പിന്നെ സ്മാർട്ട് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എയർപ്ലെയിൻ വിങ്സ് ദാറ്റ് ഡിസൈഡ് ദംസെൽസ്, സ്വന്തമായിട്ട് അതിന് എന്താണ് സ്മാർട്ട് മെറ്റീരിയൽ സ്വയം തീരുമാനം എടുത്തിട്ട് അതിന് ചെയ്യാൻ പറ്റും. ബിൽഡിങ്സ് ദാറ്റ് സ്റ്റെബിലൈസ് ദംസെൽസ് ഇൻ എർത്ത് കേക്കിലൊക്കെ സ്വന്തമായിട്ട് സ്റ്റെബിലൈസ് ചെയ്യുന്നത്. പിന്നെ എയർപ്ലെയിൻസിൻ്റെയൊക്കെ വിങ്സ് നമ്മൾ അതിൻ്റെ പ്രഷറിനനുസരിച്ചിട്ട് ഒക്കെ സ്വന്തമായിട്ട് അത് എന്താണ് അതിൻ്റെ വിങ്സ് മൂവ് ചെയ്യുന്നു. മറ്റേത് നമ്മൾ എന്താണ് ടേക്ക് ഓഫിലും ഇതൊക്കെ നമ്മളതിൽ ഇതിൻ്റെ വിങ്സ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയല്ലാതെ സ്വയം അതിൻ്റെ പ്രഷർ വേരിയേഷൻ എക്സ്റ്റേണൽ സിംബൽസ് അനുസരിച്ചിട്ട് സ്വയം തീരുമാനം എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസാണ് സ്മാർട്ട് മെറ്റീരിയൽസ്. പിന്നെ എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി മെറ്റീരിയൽസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്സ് ഒക്കെ, പിന്നെ ന്യൂക്ലിയർ വേസ്റ്റ് പ്രോസസ്സിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ്. പിന്നെ ലേണിംഗ് ഫ്രം നേച്ചർ, ദാറ്റ് ഈസ് ഷെൽസ് ആൻഡ് ബയോളജിക്കൽ ഹാർഡ് ടിഷ്യൂ ക്യാൻ ബി ആസ് സ്ട്രോങ് ആസ് മോസ്റ്റ് അഡ്വാൻസ് ലാബറട്ടറി പ്രൊഡ്യൂസ്ഡ് സെറാമിക്സ്. നമുക്കറിയാം ഷെൽസും ഒക്കെ അങ്ങനത്തെ ഷെൽസൊക്കെ സീ ഷെൽസൊക്കെ അത്രയും ഹാർഡായിട്ടുള്ള മെറ്റീരിയൽസാണ്. അപ്പോൾ അങ്ങനെയുള്ളതിനെ പറ്റി അതിന് നാച്ചുറലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിൽ നിന്ന് എങ്ങനെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെയൊക്കെ സ്റ്റഡി ചെയ്തിട്ട് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. അതാണ് ലേണിംഗ് ഫ്രം നേച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഇപ്പം പണ്ട് കാലത്തൊക്കെ നമ്മൾ പേളൊക്കെ പേൾ അല്ലെങ്കിൽ മുത്ത് ഒക്കെ നാച്ചുറലായിട്ട് കിട്ടുന്ന പേൾസ് ആയിരുന്നു. ഇപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് പേൾസ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് അതിൻ്റെ നമുക്ക് നാച്ചുറലായിട്ട് എങ്ങനെയാണ് ഒരു പേൾ ഫോം ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ആ എൻവയോൺമെൻറ്റ് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അതേപോലെ തന്നെ ഡയമണ്ട് നാച്ചുറലായിട്ട് അത്രയും പ്രഷറിലൊക്കെയാണ് അത് ഉണ്ടാവുന്നത്. അപ്പോൾ അത് ആർട്ടിഫിഷ്യലായിട്ട് ഇപ്പോൾ മനുഷ്യരത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതാണ് ലേണിംഗ് ഫ്രം നേച്ചർ എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Materials for lightweight batteries with high storage densities for turbine blades that can operate at 2500 degrees Celsius, room temperature semiconductors, superconductors. ഇതൊക്കെ ഫ്യൂച്ചറായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന മെറ്റീരിയൽസാണ്. ലൈറ്റ് വെയ്റ്റ് ബാറ്ററീസ്, നമുക്കറിയാം നമ്മുടെ ഫോണിൻ്റെയൊക്കെ വെയിറ്റ് തന്നെ അതിന് യൂസ് ചെയ്യുന്ന ബാറ്ററിയുടെ വെയിറ്റാണ്. അപ്പം അത് വളരെ ലൈറ്റ് വെയിറ്റ് ആക്കുക. പക്ഷേ എന്താണ് വൺസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷം കഴിഞ്ഞ് ചാർജ് ചെയ്യാൻ മതി, അങ്ങനെയൊക്കെയുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടാവണം. അതൊക്കെ നമ്മുടെ ആഗ്രഹം. അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയൽസാണ് ഫ്യൂച്ചർ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതൊക്കെ നമ്മളിപ്പം ഇപ്പോഴും റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ റൂം ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സ് എപ്പോഴും ലോ ടെമ്പറേച്ചറിൽ ഇതുവരെ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. റൂം ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഷോക്ക് അടിക്കുന്ന പേടിയൊന്നും വേണ്ട. കാരണം നമ്മളെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള കണ്ടക്ടേഴ്സ് ഉണ്ടാകുന്ന സമയത്ത്
എന്താണ് എപ്പോഴും ഇലക്ട്രിസിറ്റി വിൽ പാസ് ത്രൂ ദിസ് സൂപ്പർ കണ്ടക്ടർ ഓൺലി. അപ്പം അങ്ങനെയുള്ള മെറ്റീരിയൽസ് പറ്റിയുള്ള റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കെമിക്കൽസ് ആൻഡ് സെൻസേഴ്സ്, പിന്നെ എന്താണ് അയണിങ്, ഒരിക്കലും കോട്ടൺ ഷർട്ട്സ് ദാറ്റ് നെവർ റിക്വയർ അയണിങ്. പിന്നെ സെൽഫ് ക്ലീനിങ് മെറ്റീരിയൽസ് ഉണ്ട്, നമ്മൾ അലക്കണ്ട, തന്നെ അത് ക്ലീൻ ചെയ്യാനായിക്കോളും, വെയിലത്തിട്ടാലൊക്കെ എന്താണ് തന്നെ ക്ലീൻ ആയിക്കോളും, അങ്ങനത്തെ. പിന്നെ വെറ്റാവാത്ത ഷർട്ട്, അങ്ങനെ പല 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 ന്യൂ മെറ്റീരിയൽസ്, വെറ്റാവാത്ത എന്താണ് പേപ്പേഴ്സ്, അങ്ങനെയൊക്കെ ഉള്ള റിസർച്ച് നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി വേറൊരു കാര്യമുള്ളത് നാനോ എഞ്ചിനീയർഡ് മെറ്റീരിയൽസ് ആണ്. എന്താണ് നാനോ ടെക്നോളജി, നാനോ എഞ്ചിനീയർഡ് മെറ്റീരിയൽസ് നോക്കാം. നാനോ എഞ്ചിനീയർഡ് മെറ്റീരിയൽസ് രണ്ട് തരത്തിൽ, രണ്ട് അപ്രോച്ച് ഉണ്ട്. First approach is top-down approach. In this approach, the chemistry and physics of materials is understood by studying large and complex structures and then investigate the smaller and super fundamental blocks. ഇപ്പോൾ നാനോ ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്നതാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ലാർജ് ബൾക്കി ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ സ്റ്റഡി ചെയ്തിട്ട് അതിൽ ഏറ്റവും ചെറിയ ബ്ലോക്കിൻ്റെ ബ്ലോക്ക്, അതായത് ഏറ്റവും ചെറിയ ബ്ലോക്കിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്നുള്ളത് അറിഞ്ഞിട്ട് അങ്ങനെ ഒരു ഏറ്റവും ചെറിയൊരു മെറ്റീരിയൽ ഉണ്ടാക്കുന്നത്. അതാണ് ടോപ്പ് ഡൗൺ അപ്രോച്ച്. അതായത് വലിയതിൽ നിന്ന് ചെറിയതിലേക്ക് പോവുക, ടോപ്പ് ഡൗൺ എന്ന് പറയും. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ബൾക്കായിട്ടുള്ള മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി പഠിച്ചിട്ട് അതിന് ഏറ്റവും മിനിയേച്ചറായിട്ടുള്ള സ്റ്റേജിലേക്ക് പോകും. പിന്നെ വേറൊരു അപ്രോച്ച് എന്താ വെച്ചാൽ ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത്. ബോട്ടം അപ്പ് അപ്രോച്ച് ഇങ്ങനെയാണ്: വിത്ത് ദ യൂസ് ഓഫ് സ്കാനിംഗ് പ്രോബ് മൈക്രോസ്കോപ്പ് the observation of individual atoms become possible and is able to manipulate and move atoms and molecules to form new structures and thus design new materials. അപ്പോൾ നമുക്ക് അറിയാം, നമുക്ക് സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പ് ഒക്കെ ഉണ്ട്. അതായത് സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പ് വെച്ച് നമുക്ക് അറ്റോമിക് ലെവലിൽ വരെ നമുക്ക് ആറ്റംസിനെ കാണാനൊക്കെ പറ്റും. അപ്പോൾ ഇത് യൂസ് ഓഫ് സ്കാനിങ് പ്രോബ് മൈക്രോസ്കോപ്പ് ദ ഒബ്സർവേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ആറ്റംസ് ബിക്കം പോസിബിൾ. ചെറിയൊരു ഇൻഡിവിജ്വൽ ആറ്റംസിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ കാണാൻ പറ്റുന്ന ആറ്റംസിനെ അതിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പൊസിഷനൊക്കെ മാറ്റി അതായത് അതിൽ നമ്മൾ പണിയെടുത്ത്, അതായത് ഏറ്റവും ചെറിയ ലെവലിൽ നമ്മളതിനെ അതിൻ്റെ സ്ട്രക്ചറൊക്കെ ഡിസൈൻ ചെയ്തിട്ട് ഏറ്റവും ചെറിയ ലെവലിൽ നിന്ന് ഒരു മെറ്റീരിയൽ ഉണ്ടാക്കിയെടുക്കുക. അതാണ് ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ ലെവലിൽ തന്നെ നമ്മൾ ഒരു മെറ്റീരിയൽ ഉണ്ടാക്കുക. അപ്പോൾ അതിനെ ആണ് ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത്. മറ്റേത് നമ്മൾ ഒരു ബൾക്കായിട്ട് മെറ്റീരിയൽ എടുത്തിട്ട് അതിൻ്റെ ഏറ്റവും മിനിയേച്ചർ രൂപത്തിലേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് ഒരു നാനോ മെറ്റീരിയൽ ഉണ്ടാക്കുക. ഈ ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത് അറ്റോമിക് ലെവലിൽ തന്നെ മാനിപ്പുലേഷനിലൂടെ ഒരു നാനോ മെറ്റീരിയൽ ഉണ്ടാക്കാം. So these two methods are used in in forming materials, nano materials. The study of the properties of these materials is termed as nanotechnology. ഇങ്ങനത്തെ മെറ്റീരിയലിനെ പറ്റി പഠിക്കുന്നതാണ് നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ടോപ്പ് ഡൗൺ അപ്രോച്ചും ബോട്ടം അപ്പ് അപ്രോച്ചും. ടോപ്പ് ഡൗൺ എന്ന് പറയുന്നത് വലിയ മെറ്റീരിയലിന് ഏറ്റവും ചെറിയ മെറ്റീരിയലിലേക്ക് എത്തുന്നു. ബോട്ടം അപ്പ് എന്ന് പറയുന്നത് വളരെ മിനിയേച്ചർ, അതായത് വളരെ നാനോ സ്കെയിലിൽ തന്നെ യു ആർ മാനിപ്പുലേറ്റിംഗ് ദ ആറ്റംസ് ആൻഡ് ദസ് ഫോമിങ് എ മെറ്റീരിയൽ. സോ നമുക്ക് ഇത്രയാണ് മെറ്റീരിയൽ സയൻസ് ഇൻട്രൊഡക്ഷൻ എന്നുള്ളതിൽ പറയാനുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് നിങ്ങൾ എല്ലാ മെറ്റീരിയൽസിന് എന്തൊക്കെ മെറ്റീരിയൽസ് ആണെന്ന് നമുക്കിപ്പോൾ അറിയാം. പിന്നെ നമ്മൾ ഓരോ മെറ്റീരിയൽസും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, താങ്ക് യു.